നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിയുക്ത പ്രവീൺ. പ്രധാന വാർത്തകൾ. വ്യോമപാത വിലക്കി പാകിസ്ഥാൻ. ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കുള്ള വിമാനങ്ങൾ 2 മണിക്കൂർ വൈകും. പാകിസ്ഥാന് കുരുക്ക് വീണ്ടും മുറുകുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 2 പേർ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരെന്ന് സ്ഥിരീകരിച്ച് ജമ്മു കാശ്മീർ പോലീസ്. ബന്ദിപ്പോറയിൽ സൈന്യവും ഭീകരരും തമ്മിൽ നടന്ന കനത്ത ഏറ്റുമുട്ടലിൽ ലഷ്കർ കമാൻഡറെ സൈന്യം വധിച്ചു. നിയന്ത്രണ രേഖയിൽ വെടിയുതിർത്ത് വീണ്ടും പാക് പ്രകോപനം. ഇന്ത്യ വെടിനിർത്തൽ കരാർ മരവിപ്പിച്ചേക്കും. പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് വിവിധ രാജ്യങ്ങളോട് വിശദീകരിച്ച് ഇന്ത്യ. വ്യാപാര യുദ്ധം അയയുന്നു. വ്യാപാര യുദ്ധം പരിഹരിക്കാൻ യുഎസും ചൈനയും തമ്മിൽ ചർച്ചകൾ നടത്തിയതായി ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ. നല്ലയിടയിന് വിട പറയാൻ സമയമായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായി. 100 ദിവസമായി താൻ പറയുന്നത് പോലെ സമാധാന കരാറിലെത്തണം. പുടിനെ ഭീഷണിപ്പെടുത്തി ട്രംപ്. യൂറോപ്യൻ യൂണിയൻ, US, ചൈന എന്നിവയുമായുള്ള സ്വതന്ത്ര വ്യാപാരത്തിന് പദ്ധതി തയ്യാറാക്കി UK ചാൻസലർ റേച്ചൽ റീവ്സ്. ഇംഗ്ലണ്ടിലും വെയിൽസിലും അപകടകരമായ സൈക്ലിംഗ് വഴി കാൽനട യാത്രക്കാരെ കൊല്ലുന്ന സൈക്ലിസ്റ്റുകൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകാൻ നിയമ ഭേദഗതി. രാജ്യത്തെ ആദ്യത്തെ ഹൈബ്രിഡ് ഹെലിപോർട്ട് രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം പരമാവധി കുറയ്ക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമപാത വിലക്കിയ പാകിസ്ഥാൻ നടപടി സർവീസുകളെ ബാധിക്കുമെന്ന് എയർ ഇന്ത്യ. ഗൾഫിലേക്ക് ഉൾപ്പെടെയുള്ള സർവീസുകൾക്ക് മറ്റ് റൂട്ടുകൾ സ്വീകരിക്കേണ്ടി വരുന്നതിനാൽ വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് എയർ ഇന്ത്യ യാത്രക്കാരെ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാകിസ്ഥാൻ വ്യോമപാത നിഷേധിച്ചത്. ഈ തീരുമാനം വിമാന സർവീസുകളെ ബാധിക്കുമെന്ന് എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു. മിഡിൽ ഈസ്റ്റ്, UK, യൂറോപ്പ്, നോർത്ത് അമേരിക്ക സർവീസുകൾക്ക് ബദൽ റൂട്ടുകൾ സ്വീകരിക്കേണ്ടി വരുന്നതിനാൽ വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്നാണ് എയർ ഇന്ത്യയുടെ അറിയിപ്പ്. ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോറയിൽ സൈന്യവും ഭീകരരും തമ്മിൽ നടന്ന കനത്ത ഏറ്റുമുട്ടലിൽ ലഷ്കർ കമാൻഡറെ സൈന്യം വധിച്ചു. അൽത്താഫ് ലലി എന്നയാളെയാണ് വധിച്ചത്. ബന്ദിപ്പോറയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവയ്പ് നടത്തിയതിന് പിന്നാലെ സൈന്യം തിരിച്ചടിക്കുകയായിരുന്നു. ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് പരിക്കേറ്റു. മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്നായിരുന്നു സുരക്ഷാ സേന തിരച്ചിൽ നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 2 പേർ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരെന്ന് സ്ഥിരീകരിച്ച് ജമ്മു കാശ്മീർ പോലീസ്. ഹാഷിം മൂസ, അലി ഭായ് എന്നിവർ 2 വർഷം മുൻപാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതെന്ന് പോലീസ് കണ്ടെത്തി. ഇരുവർക്കുമൊപ്പം കശ്മീർ സ്വദേശിയായ ആദിൽ ഹുസൈൻ തോക്കറും ഭീകര ആക്രമണത്തിൽ പങ്കെടുത്തതായി ജമ്മു കാശ്മീർ പോലീസ് കണ്ടെത്തി. ആസൂത്രകരിൽ ഒരാളായ സുലൈമാൻ എന്ന ഹാഷിം മൂസ പാകിസ്ഥാൻ പൗരനാണെന്ന് വിവരം ലഭിച്ചു. ഇവരെ കണ്ടെത്തുവാനായി സുരക്ഷാ സേന കശ്മീരിലെ ഒളിയിടങ്ങളിൽ തിരച്ചിൽ ശക്തമാക്കി. പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ നിർത്തലാക്കിയേക്കും. പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിലാണ് നീക്കം. ഷിംല കരാർ റദ്ദാക്കിയതിനു പിന്നാലെ പാക് പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യ അതിർത്തി മേഖലയിലേക്ക് വെടിവെപ്പ് നടന്നതായും റിപ്പോർട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് വിവിധ രാജ്യങ്ങളോട് ഇന്ത്യ വിശദീകരിച്ചു. വിവിധ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചാണ് ഇന്ത്യ ഇക്കാര്യം വിശദീകരിച്ചത്. US, UK, റഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അംബാസിഡർമാരെയാണ് ഇന്ത്യ ക്ഷണിച്ചത്. പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണെന്നും ഈ ഭീകരാക്രമണം നടത്തിയവർക്ക്, ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ കിട്ടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടി നൽകുമെന്നും നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകി. 26 പേരുടെ മരണത്തിന് കാരണമായ പെഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള 2 ലഷ്കർ ഇ തൊയ്ബ ഭീകരരായ ആദിൽ ഹുസൈൻ തോക്കർ, ആസിഫ് ഷെയ്ഖ് എന്നിവരുടെ വീടുകൾ വ്യാഴാഴ്ച രാത്രി ജമ്മു കാശ്മീരിൽ നടന്ന വ്യത്യസ്ത സ്ഫോടനങ്ങളിൽ തകർന്നുവെന്ന് റിപ്പോർട്ട്. എന്നാൽ ജമ്മു പോലീസ് ഇരുവരുടെയും വീടുകൾ ഇടിച്ചു നിരത്തുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവരുടെ വീടുകൾക്കുള്ളിൽ സ്ഫോടന വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ച നടന്ന പഹൽഗാം കൂട്ടക്കൊലയിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് അനന്ത്നാഗ് ജില്ലക്കാരനായ തോക്കർ. പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന തോക്കറിന്റെയും മറ്റ് 2 തീവ്രവാദികളുടെയും രേഖാചിത്രങ്ങൾ അനന്ത്നാഗ് പോലീസ് വ്യാഴാഴ്ച പുറത്തുവിട്ടിരുന്നു. ഭീകരതയ്ക്കെതിരെ കേന്ദ്രത്തിന്റെ ശക്തമായ നിലപാടിനെ വ്യാഴാഴ്ച നടന്ന സർവകക്ഷി യോഗത്തിൽ എല്ലാ നേതാക്കളും ഏകകണ്ഠമായി പിന്തുണച്ചതായി കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്തിയതിനു ശേഷമാണ് കൂടിക്കാഴ്ച നടന്നത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാവിയിൽ സ്വീകരിക്കുന്ന ഏതൊരു നടപടിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എപ്പോഴും ഭീകരതയോട് 0 ടോളറൻസ് കാണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഒടുവിൽ ചൈനയ്ക്കുമേൽ അധിക താരിഫ് അടിച്ചേൽപ്പിച്ച യുഎസിന് അതുണ്ടാക്കിയ വ്യാപാര പ്രതിസന്ധി അവസാനിപ്പിക്കാൻ ചൈനയുമായി ചർച്ച നടത്തേണ്ടി വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം പരിഹരിക്കാൻ സഹായിക്കുന്നതിനായി യുഎസും ചൈനയും വ്യാഴാഴ്ച ചർച്ചകൾ നടത്തിയതായി ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി. ബീജിംഗുമായി ഒരു വ്യാപാര കരാറിന് അടുത്താണെന്ന ട്രംപിന്റെ മുൻ അവകാശവാദത്തിനെതിരെ നടക്കാത്ത കാര്യമെന്ന് പറഞ്ഞ് ശക്തമായി തന്നെ ചൈന തിരിച്ചടിച്ചിരുന്നു. യുഎസ് ബീജിംഗുമായി സജീവമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും ചൈനയിൽ നിന്ന് യുഎസിലേക്ക് വരുന്ന സാധനങ്ങൾ ഇപ്പോൾ 145% നിശ്ചയിച്ചിട്ടുള്ള താരിഫ് ഗണ്യമായി കുറയ്ക്കുന്ന ഒരു കരാറിന്റെ പ്രതീക്ഷകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ബുധനാഴ്ച ട്രംപ് ഓഹരി വിപണികളെ പ്രതീക്ഷയിലാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ചർച്ചകൾ നടന്നതായും വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും ട്രംപ് അറിയിച്ചത്. വത്തിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള അന്തിമ ഒരുക്കങ്ങൾക്കു തുടക്കമായി. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അദ്ദേഹത്തിന്റെ തുറന്ന ശവപ്പെട്ടി കാണാൻ ജനക്കൂട്ടത്തിന് അവസരം വെള്ളിയാഴ്ച രാത്രി 8 മണി വരെയാകും. അതിനുശേഷം ശവമഞ്ചം പൂട്ടി സീൽ ചെയ്യുന്നതോടെയാണ് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാകുക. ശനിയാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അടക്കം 50 രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കും. ശവസംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് സെന്റ് പീറ്റേഴ്സിന് ചുറ്റുമുള്ള പ്രദേശം കർശന സുരക്ഷയിലാണ് ഇറ്റാലിയൻ വത്തിക്കാൻ അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ഡ്രോണുകൾ, മേൽക്കൂരകൾ, സ്നൈപ്പർമാർ, യുദ്ധവിമാനങ്ങൾ എന്നിവയൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. ഫ്രാൻസിസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ 10,000-കണക്കിന് ആളുകൾ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. അദ്ദേഹത്തിന്റെ ശവപ്പെട്ടി പ്രാദേശിക സമയം രാത്രി 8 മണിക്ക് മുതിർന്ന കർദിനാൾമാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ അടച്ചിടും. പുതിയ പോപ്പ് തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ വത്തിക്കാന്റെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കർദിനാൾ കെവിൻ ഫാരൽ ശവപ്പെട്ടി മുദ്രവയ്ക്കൽ ചടങ്ങ് എന്നറിയപ്പെടുന്ന ചടങ്ങിന് നേതൃത്വം നൽകും. ഫ്രാൻസിസ് പാപ്പ ദിവംഗതനായതിനു ശേഷം കർദിനാൾ സംഘത്തിന്റെ 3ാമത്തെ യോഗത്തിന് വത്തിക്കാൻ വേദിയായി. വ്യാഴാഴ്ച ചേർന്ന കർദിനാൾ കോളേജ് യോഗത്തിൽ സഭയെയും ലോകത്തെയും കുറിച്ച് ചർച്ച നടത്തി. നിർണായകമായ പ്രീ കോൺക്ലേവ് യോഗങ്ങളായാണ് ഇവയെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. റോമിൽ നിലവിൽ സന്നിഹിതരായിരിക്കുന്ന 113 കർദിനാളുമാർ നടത്തിയ യോഗത്തിൽ മാർപ്പാപ്പയുടെ മൃതസംസ്കാരം സംബന്ധിച്ച കൂടുതൽ ക്രമീകരണങ്ങൾ, 9 ദിവസം നീണ്ട പാപ്പയുടെ ഔദ്യോഗിക ദുഃഖാചരണ ദിനങ്ങൾ, ബലിയർപ്പിക്കേണ്ടവർ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളിലും ചർച്ച നടന്നു. ഉക്രൈൻ ആക്രമണം നിർത്തണമെന്നും താൻ പറയുന്നത് പോലെ സമാധാന കരാറിലെത്തണമെന്നും ഇത്തവണ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി റഷ്യൻ പ്രസിഡന്റ് പുടിനോടാണ്. കൈവിൽ 12 പേരുടെ മരണത്തിനിടയാക്കിയ വ്യോമാക്രമണത്തിന് പ്രതിഷേധമായിട്ടാണ് മോസ്കോയ്ക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഒരു അപൂർവ ശാസന പുറപ്പെടുവിച്ചത്. വ്ളാദിമിർ നിർത്തുക എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ഇത്തവണ വൊളോദിമിറിനോടല്ല, വ്ളാദിമിർ പുടിനോടാണ്. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ അരിശം പക്ഷേ റഷ്യയെ വിമർശിച്ച വൊളോദിമിർ സെലൻസ്കിയോടായിരുന്നു. തങ്ങൾ സമാധാന കരാറിന് വളരെ അടുത്തുവരെ വന്നതാണെന്നും എല്ലാം നശിപ്പിച്ചത് ഉക്രൈൻ്റെ സെലൻസ്കിയാണെന്നും വരെ ട്രംപ് പറഞ്ഞു കളഞ്ഞു. ഇത്തവണ പക്ഷേ ട്രംപിന്റെ അരിശം പുടിനോടാണ്. ഉക്രൈൻ തങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുപോകുമോ എന്നതിലുപരി യുഎസിൻ്റെ ഉക്രൈൻ മണ്ണിലുള്ള താൽപ്പര്യങ്ങൾ അത് റഷ്യയായിട്ട് ഇല്ലാതാക്കി കളയുമോ എന്ന ഭീതിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനും അമേരിക്കൻ ഭരണകൂടത്തിനും. യൂറോപ്പിൽ മികച്ച ഒരു സൈനിക ആസ്ഥാനമെന്ന ആഗ്രഹം ട്രംപിൻ്റെ മനസ്സിൽ അധികാരമേറുന്നതിന് മുമ്പ് തന്നെ കുടിയേറിയിരുന്നു. അതുകൊണ്ടാണ് ഉക്രൈനിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്ത് വിട്ടതിന് പകരമായി ഉക്രൈനിലെ ധാതു സമ്പത്ത് സ്വന്തമാക്കാനായി യുഎസും ഉക്രൈനും തമ്മിലുള്ളൊരു കരാറിൻ്റെ മെമ്മോറാണ്ടം ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒപ്പിട്ട് വച്ചേക്കുന്നത്. തൊട്ടു പിന്നാലെയാണ് ഉക്രൈനിലെ സമ്പുഷ്ടമായ ആണവ നിലയങ്ങളുടെ നടത്തിപ്പേറ്റെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് നോട്ടമിട്ടതും. ഇപ്പോൾ ട്രംപ് ഒരു അനിശ്ചിതാവസ്ഥയിലാണ്. റഷ്യക്കൊപ്പം നിൽക്കണമോ അതോ ഉക്രൈനൊപ്പം നിൽക്കണമോ? ഇതിനൊപ്പം റഷ്യക്കെതിരെ നിലകൊള്ളണമോ അതോ അതിനേക്കാൾ നല്ലത് ഉക്രൈനെതിരെ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതിലാണോ എന്ന കടുത്ത ആശങ്കയിലാണ് ഡൊണാൾഡ് ട്രംപ്. കീവിൽ കഴിഞ്ഞ ദിവസം 12 പേരുടെ മരണത്തിനിടയാക്കിയ വ്യോമാക്രമണത്തിൽ മോസ്കോക്കെതിരെ അന്ത്യശാസനം വരെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റിനോട് സോഷ്യൽ മീഡിയ വഴി ഡൊണാൾഡ് ട്രംപിൻ്റെ അന്ത്യശാസനം ഇതായിരുന്നു: വ്ളാദിമിർ നിർത്തുക എന്ന്. കാരണം ട്രംപ് വരെ സഹികിട്ടുപോയി. 2014 റഷ്യ ക്രിമിയ പിടിച്ചടക്കിയതുൾപ്പെടെ ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചു കഴിഞ്ഞതാണ്. ക്രിമിയ വിട്ടൊരു സമാധാന ഉടമ്പടിയാണ് ഇപ്പോൾ ഉക്രൈനോടും സെലൻസ്കിയോടും ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉക്രൈൻ അതൊരിക്കലും സ്വീകാര്യമല്ല അന്നുമെന്നും. ഏപ്രിൽ 30-ന് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനമേറ്റ് 100 ദിവസമാകും. അതിനു മുമ്പ് സമാധാന കരാർ ഒപ്പിട്ടിരിക്കണമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ അന്ത്യശാസനം.
വ്ളാദിമിർ പുടിൻ കേട്ടാലും വൊളോദിമിർ സെലൻസ്കി അത് കേൾക്കില്ല എന്ന് ട്രംപിന് ഇപ്പോഴാണ് മനസ്സിലായത്. തനിക്ക് തൻ്റേതായ സമയപരിധി ഉണ്ടെന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് ഒഴിയുകയാണ് ഇപ്പോൾ ട്രംപ്. താൻ അധികാരത്തിലേറിയാൽ 24 മണിക്കൂറിനകം ഉക്രൈൻ റഷ്യ സംഘർഷം അടിച്ചൊതുക്കുമെന്ന് അവകാശപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ആ 24 മണിക്കൂർ 100 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്നിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ വ്ളാദിമിർ പുടിനിൽ താൻ സമ്മർദ്ദം കടുത്ത രീതിയിൽ ചെലുത്തുകയാണെന്ന് വീണ്ടും വീണ്ടും US പ്രസിഡന്റ് തറപ്പിച്ച് പറയുന്നു. മോസ്കോ ഉക്രൈൻ എന്നൊരു രാജ്യത്തെ മുഴുവൻ ഏറ്റെടുക്കില്ലെന്ന് ട്രംപ് ഉറപ്പു നൽകുന്നു. പക്ഷേ ക്രിമിയ വിട്ടുകൊടുക്കണം. ഈ സമാധാന കരാർ ഒപ്പിടുന്നത്, ക്രിമിയ മൈനസ് സമാധാന കരാറിൽ ഒപ്പിടുന്നത് ഉക്രൈനോട് തങ്ങൾ കാട്ടുന്ന, റഷ്യ കാട്ടുന്ന, US കാട്ടുന്ന ഏറ്റവും വലിയ ഇളവാണെന്ന് വരെ ട്രംപ് പറഞ്ഞു കളഞ്ഞു. ഇതാണ് വൊളോദിമിർ സെലൻസ്കിക്ക് പിടിക്കാത്തത്. കാരണം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നവന് മറ്റൊന്നും മുമ്പും നോക്കാനില്ല എന്നൊരവസ്ഥയാണ് ഇപ്പോൾ സെലൻസ്കിയുടേത്. കനത്ത മഴയെ തുടർന്ന് ഹിമാലയൻ സംസ്ഥാനമായ സിക്കിമിൽ വ്യാഴാഴ്ചയുണ്ടായ മണ്ണിടിച്ചിൽ 1000-ഓളം വിനോദസഞ്ചാരികൾ കുടുങ്ങിയതായി റിപ്പോർട്ട്. ചുങ്താങ്ങിൽ ഏകദേശം 200 ടൂറിസ്റ്റ് വാഹനങ്ങൾ കുടുങ്ങിയിരിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ലാച്ചൻ ചുങ്താങ് റോഡിലെ മുഷിൻതാങ്ങിലും ലാച്ചുങ് ചുങ്താങ് റോഡിലെ ലെമ ബോബിലും വൻതോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായി പോലീസ് പറഞ്ഞു. പ്രദേശത്ത് തുടർച്ചയായി പെയ്യുന്ന മഴ സ്ഥിതി കൂടുതൽ വഷളാക്കി. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വടക്കൻ സിക്കിമിലേക്ക് വിനോദസഞ്ചാരികളെ അയക്കരുതെന്ന് ജില്ലാ ഭരണകൂടം എല്ലാ ടൂർ ഓപ്പറേറ്റർമാർക്കും നിർദ്ദേശം നൽകി. ഈ ആഴ്ച വാഷിംഗ്ടണിൽ നടന്ന അന്താരാഷ്ട്ര നാണയനിധി ഉച്ചകോടിയിൽ യൂറോപ്യൻ യൂണിയൻ, US, ചൈന എന്നിവയുമായുള്ള സ്വതന്ത്ര വ്യാപാരത്തിന്റെ ഒരു കേന്ദ്രമായി UK അവതരിപ്പിച്ച ചാൻസലർ റേച്ചൽ റീവ്സ്, ബ്രസൽസ്, വാഷിംഗ്ടൺ, ബീജിംഗ് എന്നിവയ്ക്കിടയിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് പകരം 3 വ്യാപാര ശക്തികളുമായും ഒരുപോലെ ഇടപെടൽ നടത്തണമെന്ന് ചാൻസലർ UK മന്ത്രിമാർക്ക് സൂചന നൽകി. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസ്റ്റണുമായും റേച്ചൽ റീവ്സ് ചർച്ച നടത്തിയപ്പോൾ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണുമായി UK പ്രധാനമന്ത്രി KS സ്റ്റാമർ കൂടിക്കാഴ്ച നടത്തി. അതേസമയം യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗങ്ങൾക്കെതിരായ ഉപരോധം നീക്കാൻ ചൈന ഒരുങ്ങുകയാണ്. ഉപരോധത്തിന് വിധേയരായ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് ചൈനയോട് UK ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. കാലിഫോർണിയയുടെ സമ്പദ് വ്യവസ്ഥ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെ മറികടന്നു. സ്റ്റേറ്റിനെ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറ്റിയതായി ഗവർണർ ഗാവിൻ ന്യൂസം പറഞ്ഞു. അന്താരാഷ്ട്ര നാണയനിധിയുടെ US ബ്യൂറോ ഓഫ് എക്കണോമിക് അനാലിസിന്റെയും ഡേറ്റ പ്രകാരം സംസ്ഥാനത്തിന്റെ നാമമാത്ര GDP $4.1 ട്രില്യൺ ആയി. ജപ്പാന്റെ നാമമാത്ര GDP $4.02 ട്രില്യൺ കവിഞ്ഞു. $29.18 ട്രില്യൺ USനും 18.74 ട്രില്യൺ ചൈനയ്ക്കും 4.65 ട്രില്യൺ ജർമ്മനിക്കും പിന്നിലാണ് കാലിഫോർണിയ ഇപ്പോൾ. ഏകദേശം 40 ദശലക്ഷം ജനസംഖ്യയുള്ള സംസ്ഥാനം US ടെക്, വിനോദ വ്യവസായ ഉൽപ്പാദനത്തിന്റെ കേന്ദ്രവും രാജ്യത്തെ ഏറ്റവും വലിയ കാർഷിക ഉൽപ്പാദകരുമാണ്. ഇംഗ്ലണ്ടിലും വെയിൽസിലും അപകടകരമായ സൈക്ലിംഗ് വഴി കാൽനട യാത്രക്കാരെ കൊല്ലുന്ന സൈക്ലിസ്റ്റുകൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാം. വ്യാഴാഴ്ച അവതരിപ്പിച്ച കുറ്റകൃത്യങ്ങളുടെയും പോലീസിംഗിന്റെയും ബില്ലിലെ പുതിയ ഭേദഗതികൾ പ്രകാരം അപകടകരമായ സൈക്ലിംഗ് വഴി മരണത്തിന് കാരണമാകുന്ന കടുത്ത ശിക്ഷാർഹമായ ഡ്രൈവിംഗ് കുറ്റമാകുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. അപകടകരമായതോ അശ്രദ്ധമായതോ ആയ സൈക്ലിംഗ് ചവിട്ടലിന് സാധാരണയായി പരമാവധി 2 വർഷം തടവാണ് ശിക്ഷ. UAE-യിലുടനീളം പെട്രോൾ, ഡീസൽ ഉൾപ്പെടെ ഇന്ധന വിതരണ സേവനങ്ങൾ 24 മണിക്കൂറും ലഭ്യമാകുന്ന കഫു ഡെലിവറി ചാർജ് പുനഃസ്ഥാപിച്ചു. ഏപ്രിൽ 24 വ്യാഴാഴ്ച രാവിലെ 6 മുതൽ ഡെലിവറി ചാർജുകൾ പ്രാബല്യത്തിൽ വന്നതായി ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ കമ്പനി ഉപഭോക്താക്കൾക്ക് അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇതനുസരിച്ച് 20 മിനിറ്റിനുള്ളിൽ ഇന്ധനം വീട്ടിലെത്തിക്കാൻ 20 ദിർഹമായിരിക്കും ഫീസ്. 2 മണിക്കൂറിനുള്ളിൽ ഇന്ധനം എത്തിക്കാൻ 16 ദിർഹം ഈടാക്കും. എമിറേറ്റിൽ വാണിജ്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷനിൽ കഴിഞ്ഞ വർഷം 43% വളർച്ച രേഖപ്പെടുത്തിയതായി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു. വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ 33% വർധനവും രേഖപ്പെടുത്തി. ദുബായ് എക്കണോമിക്സ് അജണ്ടയുടെ D33യുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനും സാമ്പത്തിക വാണിജ്യ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനുമായി RTA തുടർന്നുവരുന്ന ശ്രമങ്ങളെ തുടർന്നാണ് ഈ വളർച്ച കൈവരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ആദ്യത്തെ ഹൈബ്രിഡ് ഹെലിപോർട്ട് രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. സായിദ് പോർട്ടിലെ അബുദാബി ക്രൂസ് ടെർമിനലിലാണ് ഹൈബ്രിഡ് ഹെലിപോർട്ട് തയ്യാറാക്കുക. അബുദാബി എയർ ടാക്സി പദ്ധതിയുടെ സുപ്രധാന നാഴികക്കല്ലാകും ഇത്. പരമ്പരാഗത ഹെലികോപ്റ്ററുകളുടെയും വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വിമാനങ്ങളുടെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഹൈബ്രിഡ് ഹെലിപോർട്ട്. UAE-യിൽ നടക്കുന്ന ഡെസേർട്ട് ഫ്ലാഗ് സംയുക്ത വ്യോമാഭ്യാസത്തിൽ പങ്കുചേരാൻ
സൗദി പ്രതിരോധ സേനയും. സൗദി സേന 10 രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങളുമായി പ്രകടനങ്ങളിൽ പങ്കുചേരുന്നു. ഏപ്രിൽ 21 മുതൽ UAE-യിലെ അൽ ദഫ്ര എയർബേസിൽ ആരംഭിച്ച ബഹുരാഷ്ട്ര സൈനിക അഭ്യാസ പ്രകടനത്തിൽ ഇന്ത്യൻ വ്യോമസേനയും പങ്കെടുക്കുന്നുണ്ട്. സേനകൾ തമ്മിലുള്ള പരസ്പര സഹകരണം, ആഗോള വ്യോമസേനകളുമായുള്ള അറിവ് പങ്കിടൽ എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അഭ്യാസ പ്രകടനം നടക്കുന്നത്. UAE-യിലെ ഗതാഗത സംവിധാനത്തിന് ഒരു പുതിയ ഉണർവ് നൽകുന്ന പദ്ധതിയുമായി റാസ് അൽ ഖൈമ ട്രാൻസ്പോർട്ട് അതോറിറ്റി. എമിറേറ്റിലുടനീളം ഗതാഗത ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഓറഞ്ച് ബസ് റൂട്ട് എന്ന പേരിൽ നഗരത്തിൽ പുതിയ ബസ് റൂട്ട് ആരംഭിച്ചു. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് യാത്രാസമയം കുറയ്ക്കാനാണ് ലക്ഷ്യം. 30 മിനിറ്റിനുള്ളിൽ നഗരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ കഴിയും. ഒരു യാത്രയ്ക്ക് 8 ദിർഹമാണ് ചാർജ് ഈടാക്കുന്നതെന്ന് റാസ് അൽ ഖൈമ ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. വിസ കാലാവധി കഴിഞ്ഞിട്ടും സൗദിയിൽ തങ്ങുന്ന വിദേശികളെക്കുറിച്ച് വിവരം നൽകാത്ത സ്പോൺസർമാർക്ക് 6 മാസം തടവും 1.5 ലക്ഷം റിയാൽ പിഴയും ശിക്ഷയുണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. നിയമലംഘകനായ വിദേശിക്കും സമാന ശിക്ഷയുണ്ടാകും. നിയമലംഘന കാലയളവിലെ പിഴ അടയ്ക്കുകയും തടവുകാലം പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം വിദേശിയെ നാടുകടത്തുമെന്നും വ്യക്തമാക്കുന്നു. ഹജ്ജ്, ഉംറ തീർത്ഥാടകർ വിസ കാലാവധിക്ക് ശേഷം തങ്ങിയാൽ 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു. ഇനിയൊരു ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി കേരള ഹൈലൈറ്റ്സ്. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം പരമാവധി കുറയ്ക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ലോക്സഭയിലേക്ക് 400 സീറ്റിലെങ്കിലും ഒരുമിച്ച് മത്സരിക്കണം. ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നിയന്ത്രിക്കുന്ന BJP ഭരിക്കുമ്പോൾ ഇന്ത്യ എന്ന ആശയം ആക്രമിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നത് തടയാൻ കഴിഞ്ഞത് മുന്നണി രൂപീകരിച്ചത് മൂലമാണ്. വിശാല ഇടത് സഖ്യത്തിലെ ചില പാർട്ടികൾ പ്രാദേശികമായും മറ്റ് മുന്നണികൾക്കൊപ്പം നിൽക്കുന്നത് ദേശീയ തലത്തിലെ ഐക്യത്തെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും 1396 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഈ സാമ്പത്തിക വർഷത്തെ മെയിൻ്റനൻസ് ഗ്രാന്റ് 1ാം ഗഡുവാണ് അനുവദിച്ചത്. ഗ്രാമപഞ്ചായത്തുകൾക്ക് 878 കോടി രൂപ ലഭിക്കും. ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 76 കോടി രൂപ നീക്കിവെച്ചു. ജില്ലാ പഞ്ചായത്തുകൾക്ക് 165 കോടി രൂപയുണ്ട്. മുനിസിപ്പാലിറ്റികൾക്ക് 194 കോടി രൂപയും കോർപ്പറേഷനുകൾക്ക് 83 കോടി രൂപയും ലഭിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയിലുള്ള റോഡുകൾ ഉൾപ്പെടെയുള്ള ആസ്തികളുടെ പരിപാലനത്തിനു കൂടി തുക വിനിയോഗിക്കാം. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 113.46 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.37 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 96.79 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. ഇന്ത്യയിൽ നടക്കുന്ന ക്ലാസിക് ജാവലിൻ മത്സരത്തിനുള്ള ഇന്ത്യയുടെ മുൻ ഒളിമ്പിക് ചാമ്പ്യൻ നീരജ് ചോപ്രയുടെ ക്ഷണം നിരസിച്ച് പാകിസ്ഥാന്റെ ഒളിമ്പിക് ചാമ്പ്യൻ അർഷാദ് നദീം. മെയ് 24-ന് ബംഗളൂരുവിൽ നടക്കാനിരിക്കുന്ന നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള നീരജിന്റെ ക്ഷണം നിരസിച്ചതായി ബുധനാഴ്ചയാണ് നദീം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷണം നിരസിച്ചതെന്ന സൂചനയുണ്ടെങ്കിലും ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള പരിശീലനം ഉള്ളതാണ് നദീം കാരണമായി പറഞ്ഞിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യോമപാത വിലക്കി പാകിസ്ഥാൻ. ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കുള്ള വിമാനങ്ങൾ 2 മണിക്കൂർ വൈകും. പാകിസ്ഥാന് കുരുക്ക് വീണ്ടും മുറുകുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 2 പേർ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരെന്ന് സ്ഥിരീകരിച്ച് ജമ്മു കാശ്മീർ പോലീസ്. ബന്ദിപ്പോറയിൽ സൈന്യവും ഭീകരരും തമ്മിൽ നടന്ന കനത്ത ഏറ്റുമുട്ടലിൽ ലഷ്കർ കമാൻഡറെ സൈന്യം വധിച്ചു. നിയന്ത്രണ രേഖയിൽ വെടിയുതിർത്ത് വീണ്ടും പാക് പ്രകോപനം. ഇന്ത്യ വെടിനിർത്തൽ കരാർ മരവിപ്പിച്ചേക്കും. പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് വിവിധ രാജ്യങ്ങളോട് വിശദീകരിച്ച് ഇന്ത്യ. വ്യാപാര യുദ്ധം അയയുന്നു. വ്യാപാര യുദ്ധം പരിഹരിക്കാൻ US-ഉം ചൈനയും തമ്മിൽ ചർച്ചകൾ നടത്തിയതായി ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ. നല്ല ഇടയന് വിട പറയാൻ സമയമായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായി. 100 ദിവസമായി താൻ പറയുന്നത് പോലെ സമാധാന കരാറിലെത്തണം. പുടിനെ ഭീഷണിപ്പെടുത്തി ട്രംപ്. യൂറോപ്യൻ യൂണിയൻ, US, ചൈന എന്നിവയുമായുള്ള സ്വതന്ത്ര വ്യാപാരത്തിന് പദ്ധതി തയ്യാറാക്കി UK ചാൻസലർ റേച്ചൽ റീവ്സ്. ഇംഗ്ലണ്ടിലും വെയിൽസിലും അപകടകരമായ സൈക്ലിംഗ് വഴി കാൽനട യാത്രക്കാരെ കൊല്ലുന്ന സൈക്ലിസ്റ്റുകൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകാൻ നിയമ ഭേദഗതി. രാജ്യത്തെ ആദ്യത്തെ ഹൈബ്രിഡ് ഹെലിപോർട്ട് രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം പരമാവധി കുറയ്ക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.